നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രം. സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്നും നടപ്പാക്കാനാകില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും മന്ത്രി രാജ്യസഭയിൽ. ഇ ശ്രീധരൻ ഓഫീസ് തുറന്നതിനെ സ്വാഗതം ചെയ്തു മന്ത്രി. ശ്രീധരനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിനെ രൂക്ഷമായി വിമർശിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ചടങ്ങ് CPM വിരുദ്ധരുടെ ഒത്തുചേരൽ. കണക്കല്ല, TA മധുസൂദനോടുള്ള പകയാണ് വി കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നമെന്ന് KK രാഗേഷ്. ഫണ്ടുകൾ സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾക്ക് മുൻപിലല്ല, കുടുംബയോഗങ്ങൾ വിളിച്ചവതരിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ കോൺഗ്രസ്. 3 MP മത്സരിക്കാൻ ഇളവ്. K സുധാകരനും MK രാഘവനും അടൂർ പ്രകാശും മത്സരിച്ചേക്കും. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. LDFന്റെ വികസന മുന്നേറ്റ യാത്ര തുടരുന്നു. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. കേരളത്തിലേക്ക് നാട് കടത്തപ്പെട്ട കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമ മരിച്ചതായി സ്ഥിരീകരണം. കളമശ്ശേരിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെ. DNA പരിശോധനാ ഫലം പുറത്തുവന്നു. കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസെടുത്തിട്ട് ലാമയെ കണ്ടെത്താൻ പോലീസ് എന്ത് ചെയ്തുവെന്ന് കോടതി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചാവേർ സ്ഫോടനം. 31 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്ക്. ആക്രമണം ജുമാ നമസ്കാരത്തിനായി വിശ്വാസികൾ പള്ളിയിൽ ഒത്തുകൂടിയ സമയത്ത് ചാവേർ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട്. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ റെക്കോർഡുകൾ വാരിക്കൂട്ടി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. ഫൈനലിലെ അതിവേഗ സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി, ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നിവ ഉൾപ്പെടെ നേട്ടങ്ങൾ. ഇംഗ്ലണ്ടിന് 412 റൺസ് വിജയലക്ഷ്യം. കേരള സർക്കാർ മുന്നോട്ട് വെച്ച RRTSൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രം. RRTS പ്രായോഗികമല്ലെന്നും നടപ്പാക്കാനാകില്ലെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇ ശ്രീധരൻ ഓഫീസ് തുറന്നതിനെ അശ്വിനി വൈഷ്ണവ് സ്വാഗതം ചെയ്തു. കേരള സർക്കാർ മുന്നോട്ട് വെച്ച RRTSും മെട്രോമാൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വിശദീകരണം നൽകിയത്. RRTSോ അതിവേഗ പദ്ധതിയോ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടോ എന്നായിരുന്നു ഹാരിസ് ബീരാന്റെ ചോദ്യം. സിൽവർ ലൈൻ പദ്ധതി വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണെന്നും അത് നടപ്പിലാക്കാനാവുന്നതല്ലെന്നും റെയിൽവേ മന്ത്രി മറുപടിയായി പറഞ്ഞു. എല്ലാം സംസ്ഥാനത്തിന്റെ തീരുമാനമാണ്. സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പദ്ധതി പരിഗണിക്കാം. അതിനായി സംസ്ഥാനം സഹകരിക്കുന്നില്ലെന്നും മന്ത്രി വിമർശിച്ചു. പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്ര പിന്തുണ അനിവാര്യമാണ്. സംസ്ഥാനം സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ പദ്ധതി നടപ്പിലാക്കാനാകുമെന്നും മന്ത്രി ചോദിച്ചു. ഇതുവരെ 14% ഭൂമി മാത്രമാണ് ഏറ്റെടുത്ത് നൽകിയതെന്നും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നും മന്ത്രി ചോദിച്ചു. The land acquisition is such a serious problem and the kind of support is so less. Just about 14% of the land has been acquired. How will we develop the projects? How will we develop the railway lines if the state does not support? സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതോടെ ഇടത് അംഗങ്ങൾ ബഹളം വെച്ച് പ്രതിഷേധിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 ട്രെയിനുകൾ നിർത്താതെ പോകുന്നുവെന്നും രാജധാനി അടക്കം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമോ എന്നും ഹാരിസ് ബീരാൻ ചോദിച്ചു. 30 ട്രെയിനുകൾ സ്റ്റേഷൻ നിർത്തുന്നുണ്ടെന്നും മറ്റാവശ്യങ്ങളുണ്ടെങ്കിൽ പരിഗണിക്കുമെന്നും മന്ത്രി മറുപടി നൽകി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ വികസിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് ഇ ശ്രീധരൻ ഓഫീസ് തുറന്നത് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണോ എന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചു. ശ്രീധരൻ ഓഫീസ് തുറന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. രാജ്യത്തിനും റെയിൽവേക്കും സഹായകമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. Especially Dr. Sridharan, who is so well versed with railways, who understands the technology, who understands engineering, if he is opening an office to support any initiative for development of railways, we strongly welcome it. ഈ ശ്രീധരനെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്നുവെന്നും ശ്രീധരൻ തന്നെ നയിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും എപ്പോഴും ഉപദേശം സ്വീകരിക്കാറുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് പദ്ധതിയിൽ ശ്രീധരന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നുവെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഇ ശ്രീധരന്റെ ഓഫീസ് തുറക്കൽ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇ ശ്രീധരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്വയം പ്രഖ്യാപനം നടത്തിയെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. അതിവേഗ റെയിൽ ആരംഭിക്കാൻ കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടിയെന്നാണ് ഇ ശ്രീധരൻ പറയുന്നത്. അദ്ദേഹം ഓഫീസ് തുറന്നത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ LDF മധ്യമേഖലാ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇ ശ്രീധരന്റെ ഓഫീസ് തുടങ്ങല് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് ഓഫീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥി ഓഫീസ് മാത്രമല്ല തുടങ്ങിയത്, MLA ഓഫീസ് കൂടിയാണ് തുടങ്ങിയത്. പിന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഓർമ്മയുണ്ടാവുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രഖ്യാപനങ്ങൾ. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രയാസമില്ലാത്ത ഒരാളാണ് ബഹുമാനായ ഇ ശ്രീധരൻ. അത് വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കണ്ടിട്ടില്ല. വലിയ ടെക്നോക്രാറ്റ് എന്ന ബഹുമതിയോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽപാതയെ RRTS എന്ന് വിളിക്കുന്നത് ശുദ്ധ വിവരക്കേടെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. താൻ മുന്നോട്ട് വെച്ച അതിവേഗ പാതയെ അട്ടിമറിക്കാനുള്ള നീക്കമെന്നും ഇ ശ്രീധരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. RRTS അംഗീകരിക്കപ്പെട്ട റെയിൽവേ സംവിധാനമല്ലെന്നും റെയിൽവേ ആക്ട് പ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ലെന്നും മെട്രോ ആക്ട് പ്രകാരം മാത്രമേ RRTS വിഭാവനം ചെയ്യാൻ സാധിക്കൂവെന്നും ശ്രീധരൻ വ്യക്തമാക്കി. റെയിൽവേയുടെ കീഴിലല്ല, കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് RRTS വരിക എന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിനെ രൂക്ഷമായി വിമർശിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. CPM വിരുദ്ധരുടെ ഒത്തുചേരലിനായിരുന്നു പ്രകാശന ചടങ്ങ്. കണക്കല്ല, TA മധുസൂദനോടുള്ള പകയാണ് വി കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നമെന്നും KK രാഗേഷ് പറയുന്നു. അതേസമയം രക്തസാക്ഷി ഫണ്ടുകൾ സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയില്ലെന്നും കുടുംബയോഗങ്ങൾ വിളിച്ച് കണക്കുകൾ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് CPMനെ വെട്ടിലാക്കി വി കുഞ്ഞികൃഷ്ണൻ പുസ്തകം പുറത്തിറക്കിയത്. പുസ്തകമേറെ വിവാദമായതിനു പിന്നാലെയാണ് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. CPM വിരുദ്ധരുടെ സംഗമമായിരുന്നു പരിപാടി. ജോസഫ് C. മാത്യു ഒരു കാലത്തും CPMകാരനല്ല. പുസ്തകത്തിലുടനീളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TA മധുസൂദനെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. കണക്കല്ല വി കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം, TA മധുസൂദനോടുള്ള പകയാണ് അടിസ്ഥാന കാരണമെന്നും KK രാഗേഷ് വിമർശിച്ചു. പണം നഷ്ടപ്പെട്ടു എന്നത് കുഞ്ഞികൃഷ്ണന്റെ ഭാവനാവിലാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ധനരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച കണക്കുകൾ പാർട്ടി അംഗങ്ങളെയും അനുഭാവികളുടെയും കുടുംബയോഗങ്ങൾ വിളിച്ച് ബോധ്യപ്പെടുത്തുമെന്നും KK രാഗേഷ് പറഞ്ഞു. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കറക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ്. ഫണ്ട് വിനിയോഗത്തിലും കണക്കവതരണത്തിലും വീഴ്ച സംഭവിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പരിശോധനകൾക്ക് വിധേയമാക്കുകയും നടപടി സ്വീകരിച്ചതുമാണെന്നും KK രാഗേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ 3 MPമാർ മത്സര രംഗത്തേക്ക്. കണ്ണൂരിൽ K. സുധാകരനും കോഴിക്കോട് നോർത്തിൽ MK രാഘവനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ച കോൺഗ്രസിൽ MPമാരെ മത്സരിപ്പിക്കുന്നതിലാണ് തീരുമാനമാകാതിരുന്നത്. എന്നാൽ MPമാർ മത്സര രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതിനാൽ തന്നെ K. സുധാകരൻ MP കണ്ണൂരിലും MK രാഘവൻ MP കോഴിക്കോട് നോർത്തും അടൂർ പ്രകാശ് MP കോന്നിയിലും മത്സരിക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാണെന്നും വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. അവര് ഒരു തീരുമാനം എടുക്കാതെ ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് വന്നതിന് ശേഷമാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം. പഠനത്തിലൂടെ ആരൊക്കെയാണ് അതിന് പറ്റുന്ന ആളുകൾ എന്ന് നടത്തിയതിന് ശേഷം മാത്രമാണ് അതേക്കുറിച്ചൊരു തീരുമാനം കൈക്കൊള്ളത്തുള്ളൂ.
അത് എൻ്റെ അഭിപ്രായം എന്നുള്ളത് മാത്രമല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനത്തിന് പകരമായി ഒരു തീരുമാനം UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഏതാനും ദിവസങ്ങൾക്കകം മത്സരരംഗത്തുള്ളവരുടെ കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. മുതിർന്ന നേതാക്കളും യുവത്വവും ഒരുമിച്ച് ജയസാധ്യത മാത്രമുള്ള സ്ഥാനാർത്ഥി നിരയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ നിന്നും തുടക്കമാകുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇപ്പോൾ പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് മഞ്ചേശ്വരത്ത് ആമയുണ്ടോയെന്ന് എനിക്കറിയില്ല, കടലിൻ്റെ അടുത്ത് ഉണ്ടാവും. ആമ ഗവേഷണ കേന്ദ്രം ഒരു കാര്യത്തിൽ അവരാലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യം വരുമ്പം തല പുറത്ത് കാണിക്കുകയും ആവശ്യമുള്ളപ്പോൾ തല ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണല്ലോ ആമക്കുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് കേരളത്തിന് വേണ്ടി കൊടുക്കാവുന്ന ഒന്നാണ് എന്ന് ചോദിച്ചവർ ചെയ്താണോ എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ കേരളത്തെ അപമാനിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ അപമാനിച്ച ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. കേരള ജനതയോട് ഇൻസൾട്ട് ചെയ്യാൻ നമ്മുടെ പാർലമെൻറ്റിൽ നമ്മുടെ MP-മാർ പറഞ്ഞു, മുദ്രാവാക്യം വിളിച്ചു. കേരളം ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. ഇത് ഞങ്ങൾ മാത്രം ചോദിച്ചതല്ല, ഓരോ കേരളീയനും അന്ന് മനസ്സിൽ തോന്നിയ ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന്. അതുപോലെ നമുക്കെതിരായിട്ട് നിന്ന ഒരു ബഡ്ജറ്റായിരുന്നു ഈ ബഡ്ജറ്റ്. ഇതിനെതിരായിട്ട് ശക്തമായ പോരാട്ടം നമ്മൾ പാർലമെൻറ്റിലും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, ഒരു സംശയവും വേണ്ട. ഇതാരുടെ ഔദാര്യമല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട് നികുതി ഇന്ത്യ രാജ്യത്തിന്. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് KC വേണുഗോപാൽ MP ഉയർത്തുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ ഭരണപരാജയങ്ങളും ജനദ്രോഹ നടപടികളും അടക്കം യാത്രയിലൂടെ തുറന്നു കാട്ടുകയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കേരളത്തിന്റെ വികസനം ഇടതു വലതു മുന്നണികൾ ചേർന്ന് ഇല്ലാതാക്കിയെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ഇരു കൂട്ടരും ശ്രമിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും നിതിൻ നബീൻ പറഞ്ഞു. അങ്കമാലിയെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज केरल के अपने सभी कार्यकर्ताओं के साथ उपस्थित होने के लिए अपने आप को सौभाग्यशाली मानता हूं. केरल तिले एंटे सह प्रवृत्त करे. हमारे प्रदेश के अध्यक्ष राजीव चंद्रशेखर जी, भारतीय जनता पार्टी के नेशनल जनरल सेक्रेटरी और यहाँ के इलेक्शन इंचार्ज विनोद कावरे जी, सह केंद्रीय मंत्री सुश्री शोभा जी, हमारे स्टेट के वाइस प्रेसिडेंट डॉक्टर KS राधाकृष्णन जी, अपने കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ LDF-ലേക്ക് ക്ഷണിച്ച് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പിന് UDF-ൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ LDF-ലേക്ക് വരാം, അവർക്ക് സംരക്ഷണമൊരുക്കും, അത് അവരുടെ തീരുമാനമാണ്. കേരള കോൺഗ്രസിന്റെ രക്തത്തിന്റെ ഭാഗമാണ് അവരും. ഒരു തവണ അവരെ തറവാട്ടിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു, ഇത്തവണ തറവാട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. ജോസഫ് ഗ്രൂപ്പിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത്രയും കിട്ടില്ല എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഉഭയകക്ഷി ചർച്ച വരെ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിർത്തി ഉണ്ടെന്ന് പറയുന്നത് മുന്നണി വിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ LDF-ലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു അതൊക്കെ. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു സ്വീകരണം. പശ്ചിമ ബംഗാളിൽ നിന്നുമുള്ള 200ഓളം അതിഥി തൊഴിലാളികളാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെ സ്വീകരിക്കാനെത്തിയത്. ഹിന്ദിയിൽ ബാനർ എഴുതിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു സ്വീകരണം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമ മരിച്ചെന്ന സ്ഥിരീകരണം. കളമശ്ശേരിയിൽ കണ്ടെത്തിയ ലാമയുടെ മൃതദേഹം DNA പരിശോധനാ ഫലം പുറത്തുവന്നു. കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട ആളാണ് ലാമ.
2 മാസത്തിന് ശേഷമാണ് DNA പരിശോധനാ ഫലം പുറത്തുവന്നത്. കുവൈറ്റ് മദ്യദുരന്തത്തിൽ ഇരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് നാടുകടത്തപ്പെട്ട സൂരജ് ലാമ കൊൽക്കത്ത സ്വദേശിയാണ്. ഒക്ടോബർ 5-നാണ് ലാമയെ വിമാനത്താവളത്തിൽ നിന്ന് കാണാതായത്. തുടർന്ന് പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സാന്റൻ ലാമ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് കളമശ്ശേരി HMTക്ക് സമീപത്തെ ആളൊഴിഞ്ഞ ഭാഗത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുള്ളതിനാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതോടെയാണ് DNA പരിശോധന നടത്തിയത്. മൃതദേഹം പിതാവിന്റേതാണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞതായി മകൻ സാന്റൻ ലാമ പ്രതികരിച്ചു. കൊൽക്കത്തയിൽ വേരുകളുള്ള സൂരജ് ലാമ വർഷങ്ങളായി ബാംഗ്ലൂരുവിലാണ് താമസിച്ചു വരുന്നത്. കുവൈറ്റിൽ 4 റെസ്റ്റോറന്റുകളുടെ ഉടമ കൂടിയാണ് സൂരജ്. അമൃത ന്യൂസ്, കൊച്ചി. സൂരജ് ലാമ കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസെടുത്തിട്ട് ലാമയെ കണ്ടെത്താൻ പോലീസ് എന്ത് ചെയ്തുവെന്ന് കോടതി ചോദിച്ചു. സംഭവത്തിൽ ലജ്ജ തോന്നുന്നുവെന്നും നെടുമ്പാശ്ശേരി SHO തിങ്കളാഴ്ച ഹാജരാകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പോലീസ് ലാമയുടെ DNA പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാത്ത രീതിയിൽ അവസാനിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠയിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതുവരെ ആയിട്ടും അന്വേഷണ സംഘം തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ല. എല്ലാം CPM ക്രിമിനലുകൾക്കും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരോൾ നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് പറഞ്ഞു. ഗവൺമെന്റ് ചെയ്ത കൊള്ളകൾ, ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ, പ്രതികൾ ഇപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പുതുയുഗ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ ഈറ, ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയസമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കേരളത്തിൽ തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് ഗുരുതര വീഴ്ചയെന്നും ചെന്നിത്തല ആരോപിച്ചു. സ്വർണവുമായി ബന്ധപ്പെട്ട് രാസപരിശോധനാ റിപ്പോർട്ട് നൽകാത്തത് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ്. കേസിൽപ്പെട്ട CPM നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ജാമ്യം തേടി പുറത്ത് വന്നിരിക്കുകയാണ്. ഈ അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പോകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി ജാമ്യം കിട്ടും, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്നറിയാത്തതായി ആരുമില്ല. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. അതോടൊപ്പം തന്നെ പാർഷ്യലായിട്ടുള്ള കുറ്റപത്രം വേണമെങ്കിൽ കൊടുക്കുക, അതും കൊടുത്തില്ല. ആദായ നികുതി കേസിൽ നടനും TVK അധ്യക്ഷനുമായ വിജയ്ക്ക് തിരിച്ചടി. ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയത് മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. വിജയ് നൽകിയ ഹർജി കോടതി തള്ളി. വിജയ് 1.5 കോടി പിഴയടയ്ക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 2015-16 യഥാർത്ഥ വരുമാനം വെളിപ്പെടുത്താതിരുന്നതിനാണ് വിജയ്ക്ക് ആദായ നികുതി വകുപ്പ് 1.5 കോടി രൂപ പിഴ ചുമത്തിയത്. വിജയ് ചിത്രം പുലിയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് കേസിന് ആധാരം. പുലി സിനിമയിൽ അഭിനയിച്ചതിന് പണമായി നേരിട്ട് വാങ്ങിയ 4.93 കോടി രൂപ ഉൾപ്പെടുത്തിയില്ലെന്നാണ് IT വകുപ്പിന്റെ കണ്ടെത്തൽ. ചെക്കായി വാങ്ങിയ 16 കോടി മാത്രമാണ് വിജയ് പ്രതിഫലമായി കാണിച്ചിരുന്നത്. ആദായ നികുതി വകുപ്പ് വിജയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകൾ പ്രകാരം വിജയ് സ്വമേധയാ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ലെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് 1.5 കോടി രൂപ വിജയ്ക്ക് മേൽ പിഴ ചുമത്തിയത്. 2015 വിജയുടെ വീട്ടിലെ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് 2022 1.5 കോടി രൂപ ചുമത്തിയത്. 2019 ജൂണിന് മുമ്പ് നടപടി സ്വീകരിക്കണമെന്നായിരുന്നു അന്ന് വിജയുടെ വാദം. 2022 വിജയ് നൽകിയ ഹർജി 2023 ഡിസംബറിലാണ് പരിഗണിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ മാസം വീണ്ടും ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്ന് കോടതി ഹർജി പരിഗണിച്ചതും ഹർജി തള്ളിയതും. ആദായ നികുതി വകുപ്പ് ചുമത്തിയ പിഴ മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും ചേർന്നാണ് ബലാത്സംഗം നടത്തിയത്. സംഭവത്തിൽ മരണസുബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയോടെയായിരുന്നു സംഭവം. തിരുവല്ലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പായിൽ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നിരന്തരം എത്തിയിരുന്നു. സംഭവ ദിവസവും 50,000 രൂപ പിരിവാവശ്യപ്പെട്ട് പ്രതികൾ സ്പായിലെത്തി. പണം നൽകാൻ തയ്യാറാകുന്നതോടെ ജീവനക്കാരിയെ മർദ്ദിക്കുകയും തൊട്ടടുത്തുള്ള മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്ത പ്രതികൾ ബലാത്സംഗ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഈ സമയം സ്പായിലുണ്ടായിരുന്ന മറ്റൊരാളെയും പ്രതികൾ മർദ്ദിച്ചു. ശേഷം 25,000 രൂപ അപഹരിച്ച് പ്രതികൾ കടന്നുകളഞ്ഞു. പ്രതികളെ ഭയന്ന് സംഭവശേഷം പരാതി നൽകാൻ ജീവനക്കാർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ലഭിച്ച ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പോലീസ് പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയത്. തുടർന്ന് സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ 3 പേരെ പിടികൂടി. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ട്രിവാൻഡ്രം ക്ലബിന് മുൻപിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച സംഭവത്തിൽ നടൻ മണിയംപിള്ള രാജുവിന് ജാമ്യം. സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അതേസമയം യുവാക്കളുടെ ബൈക്ക് തന്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നാണ് മണിയംപിള്ള രാജുവിന്റെ വാദം. എന്നാൽ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം. അപകടം നടന്ന് 12 മണിക്കൂറിന് ശേഷമാണ് മണിയംപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. രാവിലെ 9:30യോടുകൂടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും അപകടം നടന്ന സ്ഥലത്തെത്തി നടന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. അപകടമുണ്ടാക്കിയ മണിയൻപിള്ള രാജു ഓടിച്ച വോൾവോ കാർ കണ്ടെത്തി. ടെന്നീസ് ക്ലബിന്റെ പിന്നിൽ നിന്നാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ കണ്ടെത്തിയത്. മണിയൻപിള്ള രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വാഹനം കണ്ടെത്തിയത്. താനൊരു ക്യാൻസർ രോഗിയാണെന്നും യുവാക്കളുടെ വാഹനം തന്റെ കാറിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV-യിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്, ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുക, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കിംസ് ആശുപത്രിയിലും മറ്റൊരാൾ മെഡിസിറ്റി ആശുപത്രിയിലും ചികിത്സയിലാണ്. തങ്ങളുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് മണിയൻപിള്ള രാജുവിന്റെ വാഹനം നിർത്താതെ പോയെന്നായിരുന്നു യുവാക്കളുടെ മൊഴി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. അപകടം നടന്ന 12 മണിക്കൂറിന് ശേഷമാണ് മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മണിയൻപിള്ള രാജു ഓടിച്ച വാഹനം കണ്ടെത്തുന്നതിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നാണ് ഉയരുന്ന ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാതിവില വാഹന തട്ടിപ്പിൽ BJP നേതാവ് AN രാധാകൃഷ്ണൻ അടക്കം 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ചെമ്മനാട് സ്വദേശിനി നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 50% വിലക്കുറവിൽ വാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയ ശേഷം കബളിപ്പിച്ചു എന്നാണ് ആരോപണം. ചെങ്ങമനാട് സ്വദേശി സുമേഷ്, AN രാധാകൃഷ്ണൻ, രൂപേഷ് മേനോൻ, KT ബിനീഷ് എന്നിവർക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. പറവൂർ സ്വദേശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. ബാങ്ക് വിശദാംശങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. 2024 ചെങ്ങമനാട് വെച്ച് പ്രതികൾ 63,500 രൂപ വാങ്ങിയെന്നാണ് യുവതി ആരോപിച്ചിരിക്കുന്നത്. കേസിൽ സുമേഷാണ് 1-ാം പ്രതി. 50% വിലക്കുറവിൽ ഇരുചക്ര വാഹനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പണം വാങ്ങിയിട്ട് സ്കൂട്ടർ നൽകിയില്ലെന്ന പരാതിയിലാണ് കേസ്. 2025 AN രാധാകൃഷ്ണനെതിരെ സമാന പരാതിയുമായി 30ഓളം പേർ രംഗത്ത് വന്നിരുന്നു. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെ പണം തിരികെ നൽകുമെന്ന് രാധാകൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയിലാണ് പലരും പണം അടച്ചിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറം നിലമ്പൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു. ഉപ്പുവള്ളി വഴിമൂച്ചിക്കലിലാണ് സംഭവം. തലയ്ക്ക് പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പുലിയാണ് ആക്രമിച്ചത് എന്നതാണ് സംശയം. ഇടുക്കി മൂന്നാറിൽ പടയപ്പ ഉൾപ്പെടെ 4 കാട്ടുകൊമ്പന്മാർ മതപ്പാടിൽ. ഇതേ തുടർന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലാർ, കല്ലാർ, കന്നിമല, നല്ലതണ്ണി, ചൊക്കനാട് തുടങ്ങിയ എസ്റ്റേറ്റുകളിലാണ് കാട്ടുകൊമ്പന്മാർ നിലയുറപ്പിച്ചിട്ടുള്ളത്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. ഉച്ചയ്ക്ക് ശേഷം പവന് 1000 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില
1,12,720 രൂപയും ഗ്രാമിന് 125 വർദ്ധിച്ച് 14,090 രൂപയുമായി. രാവിലെ പവന് 1,520 രൂപ കുറഞ്ഞിരുന്നു. സ്വർണ്ണവിലയിൽ തുടർച്ചയായി 2 ദിവസം ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വില വർധനവ് രേഖപ്പെടുത്തിയത്. ഡോളറിന്റെ വിനിമയ നിരക്കിലുണ്ടായ മാറ്റമാണ് സ്വർണ്ണവില വർധനവിന് കാരണം. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു, 169 പേർക്ക് പരിക്കേറ്റു. ഷിയ പള്ളിയിൽ ജുമാ നിസ്കാരത്തിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. ഇസ്ലാമാബാദിലെ ഷഹ്സാദ് ടൗൺ മേഖലയിലെ തല്ലായി ഇമാം ബർഗാഹിലാണ് സ്ഫോടനമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ ഇസ്ലാമാബാദ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ സയ്യിദ് അലി നസീർ റിസ്വിയും ഉൾപ്പെടും. സ്ഫോടനത്തിന്റെ കൃത്യമായ സ്വഭാവം വിലയിരുത്താനായില്ലെങ്കിലും ചാവേർ സ്ഫോടനമെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും പോളിക്ലിനിക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. പള്ളിയുടെ കവാടത്തിൽ ചാവേറുകളെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞുവെങ്കിലും ഇവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. വൻ സ്ഫോടനത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്ക് വരെ കേടുപാടുകളുണ്ടായി. മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന വീഡിയോകളും സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഇസ്ലാമാബാദിലെ G11 മേഖലയിൽ കോടതിക്ക് പുറത്ത് സ്ഫോടനമുണ്ടായിരുന്നു. അന്ന് 12 പേരാണ് കൊല്ലപ്പെട്ടത്. 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും സ്ഫോടനമുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തൃശൂർ ചേലക്കരയിൽ തീപിടുത്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വളവ് പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. പൂട്ടിക്കിടക്കുന്ന ക്വാറിയുടെ വലിയ ഷെഡിന് തീപിടിച്ചു. മലപ്പുറത്ത് വാഹനാപകടത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂട്ടിലങ്ങാടി പഴമള്ളൂരിലാണ് സംഭവം. ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥിയാണ് റോഡിൽ വീണത്. ബസ് ഡ്രൈവർ കൃത്യസമയത്ത് വാഹനം ബ്രേക്ക് ഇട്ടതിനാൽ അപകടം ഒഴിവായി. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലപ്പുറത്ത് ദേശീയപാത 66 സർവീസ് റോഡിൽ വിള്ളൽ. അത്താണി ബസാർ ഭാഗത്തെ സർവീസ് റോഡിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ കരാർ കമ്പനി വിള്ളലിൽ കെമിക്കൽ മിശ്രിതം ഒഴിച്ച് താൽക്കാലികമായി അടച്ചു. ആദ്യഘട്ടത്തിൽ 20 മീറ്ററോളം നീളത്തിലാണ് വിള്ളലുകൾ കാണപ്പെട്ടത്. പിന്നീട് 150 മീറ്റർ നീളത്തിലും 3 ഇഞ്ച് വീതിയിലും വിള്ളൽ കാണപ്പെട്ടു. വാൽപ്പാറയിൽ വാട്ടർ ടാങ്കിൽ വീണ കുട്ടിയാനെ രക്ഷിച്ചു. വില്ലൂന്നി എസ്റ്റേറ്റിലെ വാട്ടർ ടാങ്കിലാണ് കുട്ടിയാന വീണത്. 3 ആനകളാണ് പ്രദേശത്തെത്തിയത്. JCB ഉപയോഗിച്ച് ടാങ്കിന്റെ ഒരു ഭാഗം പൊളിച്ച ശേഷമാണ് കുട്ടിയാനെ രക്ഷപ്പെടുത്തിയത്. ABVP 41 സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കമായി. മാമൻ മാപ്പിള ഹാളിൽ ആരംഭിച്ച സമ്മേളനം ABVP ദേശീയ സെക്രട്ടറി ശ്രാവൺ B രാജ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ജെൻസി ദേശീയതയ്ക്കൊപ്പമെന്ന് തെളിയിക്കുന്നതാണ് രാജ്യത്തെ സർവകലാശാലകളിൽ ABVP നടത്തിയ മുന്നേറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ വൈശാഖ് സദാശിവനെയും സെക്രട്ടറിയായി യദുകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. പുതിയ സംസ്ഥാന അധ്യക്ഷൻ, സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ABVP 41 സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ആരംഭിച്ചത്. സംസ്ഥാന അധ്യക്ഷനായി ഡോക്ടർ വൈശാഖ് സദാശിവനെയും സംസ്ഥാന സെക്രട്ടറിയായി യദുകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ ഡോക്ടർ വൈശാഖ് ആലപ്പുഴ സനാതനധർമ്മ കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപകനും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ യദുകൃഷ്ണൻ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥിയുമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ABVPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് സെക്രട്ടറി യദുകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിലെ കോഴ്സുകൾ പുതിയ തരത്തിലുള്ള AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ തരത്തിലുള്ള ഒരു കോഴ്സുകളും കേരളത്തിലെ ഒരു സർവകലാശാലകളിലും നടത്തുന്നില്ല. കാലപ്പഴക്കം ചെന്ന 20 വർഷത്തോളം കാലപ്പഴക്കം ചെന്ന കോഴ്സുകളാണ് ഇന്നും കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ABVPയുടെ നേതൃത്വത്തിലുണ്ടാവും. ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങളെ പൊളിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ABVP താഴെത്തട്ടിൽ ക്യാമ്പസ് തട്ടിലും അതുപോലെ തന്നെ ABVPയുടെ നഗർ യൂണിറ്റ് തലങ്ങളിലും നടത്തുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിനിധി സമ്മേളനം ദേശീയ സെക്രട്ടറി ശ്രാവൺ B രാജ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ജെൻസി ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലെല്ലാം ABVP കൈവരിച്ച മുന്നേറ്റം ജെൻസി ദേശീയതയ്ക്കൊപ്പം എന്നതിന് തെളിവാണെന്നും ശ്രാവൺ പറഞ്ഞു. ആസാം യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സിൽച്ചറിലെ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, വിദ്യാർത്ഥി പരിഷത്ത് അതിൻ്റെ വ്യക്തമായ കയ്യൊപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിലൂടെ വ്യക്തം, ഭാരതത്തിലെ യുവത്വം അത് ദേശീയതയുടെ ഒപ്പമാണ്, അത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഒപ്പമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഭാരതത്തിലെ ജെൻസി ഈ സമൂഹത്തിന് നൽകിയത്.
സംസ്ഥാന പ്രസിഡന്റ് വൈശാഖ് സദാശിവൻ, സെക്രട്ടറി യദുകൃഷ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ പത്മശ്രീ ഡോക്ടർ CI ഐസക്, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B അശോക് തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച വരെ തുടരുന്ന സമ്മേളനത്തിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ, മേജർ രവി അടക്കമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. അമൃത ന്യൂസ്, കോട്ടയം. മലപ്പുറം കരിപ്പൂരിനടുത്ത് തീപിടുത്തം. 4 ബസ്സുകളും ഒരു എയറാം ലിഫ്റ്റും കത്തി നശിച്ചു. കൊണ്ടോട്ടി എയർപോർട്ട് റോഡിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗ്രൗണ്ട് ലാൻഡിംഗ് ടീമായ ഭദ്രയുടെ ബസ്സുകളാണ് കത്തിയത്. 6 വർഷമായി സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനങ്ങൾ. നിലവിൽ കരിപ്പൂർ എയർപോർട്ടിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലികൾ ഭദ്ര എന്ന കമ്പനിക്കല്ല. 6 വർഷം മുൻപ് കരിപ്പൂരിൽ കമ്പനി സേവനം അവസാനിപ്പിച്ചിരുന്നു. ബിരുദ പഠനം പൂർത്തിയാക്കാത്ത SFI പ്രവർത്തകന് വർഷങ്ങൾക്ക് ശേഷം PGക്ക് അഡ്മിഷൻ നൽകിയ കാലടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം തടഞ്ഞുവെക്കാൻ ഗവർണറുടെ ഉത്തരവ്. മുൻകാല പ്രാബല്യത്തോടെ ബിരുദം പാസ്സായ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനത്തിനും ഗവർണർ തടയിട്ടു. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. 4 വർഷ BFA പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് 2005-ൽ പഠനം ഉപേക്ഷിച്ച SFI പ്രവർത്തകനാണ് BFA പരീക്ഷ പാസ്സാകാതെ MFAയ്ക്ക് പ്രവേശനം നൽകിയത്. സംഭവത്തിൽ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, പരീക്ഷാ കൺട്രോളർ എന്നിവരോട് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2023-ൽ MFA പാസ്സായതുകൊണ്ട് പ്രത്യേക കേസായി പരിഗണിച്ച് BFA ജയിപ്പിക്കാൻ താൽക്കാലിക VC KK ഗീതാകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു. BFA പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കാതെയാണ് യൂണിവേഴ്സിറ്റിയിൽ MFAയ്ക്ക് പ്രവേശനം നൽകിയത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിലാണ് MFAയ്ക്ക് പ്രവേശനം നൽകിയതെന്നാണ് ആരോപണം. സർവകലാശാലയുടെ ചട്ടങ്ങൾ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ട താൽക്കാലിക VC ഡോക്ടർ KK ഗീതാകുമാരി CPM-കാരായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിച്ചതെന്നും തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിച്ചതായ തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് നിവേദനം നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അണ്ടർ-19 T20 ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശിക്ക് തകർപ്പൻ സെഞ്ചുറി. ഓപ്പണറായി ഇറങ്ങിയ താരം 55 പന്തിലാണ് 100 റൺസ് നേടിയത്. 8 4-ഉം 8 6-ഉം ഉൾപ്പെടെ അടിച്ചുകൂട്ടിയാണ് വൈഭവ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. 80 പന്തിൽ 175 റൺസ് നേടിയാണ് വൈഭവ് സൂര്യവംശി പുറത്തായത്. 15 വീതം 6-ഉം 4-ഉമാണ് വൈഭവ് നേടിയത്. T20 ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താണ് വൈഭവ് മടങ്ങിയത്. ഫൈനലിലെ അതിവേഗ സെഞ്ചുറി, ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങളാണ് ഇതോടെ താരം സ്വന്തമാക്കിയത്. 412 റൺസാണ് ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം.